കേൾക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടുറപ്പുള്ള കെട്ടിടത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ നിലയിൽ ആയിരക്കണക്കിന് പാറാവുകാരുടെ സുരക്ഷിതത്വത്തിലും അകമ്പടിയിലും നിങ്ങൾ ഇരുന്നാലും മരണത്തിന്റെ പടച്ചവൻ കുറിച്ച് തീയതി എത്തിക്കഴിഞ്ഞാൽ ആ സുരക്ഷാ വലയങ്ങളെ മുഴുവൻ ഭേദിച്ചുകൊണ്ട് മരണത്തിന്റെ ദൂതൻ നിങ്ങളുടെ കട്ടിലിന്റെ പരിസരത്തെത്തി പോകാമെന്ന യാത്രാമൊഴി മുഴക്കുമെന്ന് പടച്ച തമ്പുരാൻ. സഹോദരങ്ങളെ, ആ അവധി നമുക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു നിശ്ചയിച്ച അവധി നിനക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, പടച്ച തമ്പുരാൻ നിനക്ക് കുറിച്ചു വെച്ച അവധി നിനക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ആ അവധിയിൽ നിന്ന് നിന്നെ പിടിച്ചു വലിക്കാൻ, ആ അവധിയിൽ നിന്ന് നിനക്ക് ഒരു നിമിഷമെങ്കിലും നീട്ടിത്തരാൻ ലോകത്തൊരു വൈദ്യശാസ്ത്രത്തിനോ നൈപുണ്യമുള്ളൊരു ഡോക്ടർക്കോ സാങ്കേതിക അതിനൂതനമായ സാങ്കേതിക വിദ്യകളുള്ള ഒരു ആശുപത്രിക്കോ കഴിയുന്നതല്ല. ഇട പറഞ്ഞു പോകണം നാം, എല്ലാം ഇട്ടു പോകണം നാം ആ ജീവിതത്തിന് വേണ്ടി. ആ പോകുന്ന സമയത്ത് അവിടെ ആ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസമാണ് വ്യഭിചാരത്തിൽ നിന്ന് നമ്മൾ തടയേണ്ടത്, അശ്ലീല വീഡിയോകളിൽ നിന്ന് നമ്മൾ തടയേണ്ടത്, വൃത്തികെട്ട ബന്ധങ്ങളിൽ നിന്ന് നമ്മെ തടയേണ്ടത്. മുഅ്മിനീങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ അല്ലാഹു പറഞ്ഞത് എന്താണ്? വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. പാവപ്പെട്ടവർക്ക് അന്നം നൽകുമ്പോ അവർ പറയുന്നൊരു വാക്കുണ്ട്, പ്രശംസയും അനുമോദനങ്ങളും പൂച്ചെണ്ടകളും അനുമോദനങ്ങളും പൂച്ചെണ്ടകളും ഹർഷാരവങ്ങളും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ രക്ഷിതാവിന്റെ തൃപ്തി മാത്രമാണ്. കാരണം ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു, മുഖം കരിഞ്ഞു പോകുന്ന, പേടിച്ചരണ്ടു പോകുന്ന ആ ദിവസത്തെ ഞങ്ങൾ എല്ലാവരും ഭയപ്പെടുന്നു എന്നവര് പറയുന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണ് മരണം. നമ്മൾ അഭിമുഖീകരിക്കേണ്ട ദിവസമാണത്. അതാണ് നമ്മളെ പാപകർമ്മങ്ങളിൽ നിന്ന് തടയേണ്ടത്, വൃത്തികേടുകളിൽ നിന്ന് തടയേണ്ടത്. അനിവാര്യമാണ് ഈ ലോകത്തിന്റെ അവസാനം. മനുഷ്യൻ മാത്രമല്ല മരിക്കുക, ലോകം അവസാനിക്കും, ഈ പ്രപഞ്ചം അവസാനിക്കും. പ്രപഞ്ചത്തിനൊരു അവസാനമുണ്ട് എന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നതാണ്. ബിഗ് ക്രീപ്പ് എന്നും ബിഗ് ക്രഞ്ച് എന്നും ബിഗ് ഫ്രീസ് എന്നും അതുപോലെ തന്നെ ഫേസ് ട്രാൻസിഷൻ എന്നൊക്കെ പേരിൽ ഈ പ്രപഞ്ചത്തിന് അനിവാര്യമായ ഒരു അവസാനമുണ്ടെന്ന് ശാസ്ത്രം സിദ്ധാന്തിക്കുന്നു. ഭൂമിക്കൊരു അവസാനമുണ്ട്, സൂര്യനൊരു അവസാനമുണ്ട്, നക്ഷത്രങ്ങൾക്കെല്ലാം മരണമുണ്ട് എന്ന് ശാസ്ത്രലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. 10 ബില്യൺ വർഷമാണ് സൂര്യന്റെ ആയുസ്സായി കണക്കാക്കുന്നത്. അതിൽ 4 ബില്യൺ വർഷം സൂര്യൻ ഇപ്പൊ ജ്വലിച്ചു കഴിഞ്ഞു. ഇനി 6 ബില്യൺ വർഷമാണ് ശാസ്ത്രത്തിന്റെ കണക്കിൽ സൂര്യന്റെ ആയുസ്. ആ സൂര്യന്റെ ആയുസ് അതിന്റെ ഹീലിയം എന്ന അതിന്റെ ഇന്ധനം കഴിഞ്ഞാൽ സ്വാഭാവികമായ മരണത്തിലേക്ക് സൂര്യൻ പോകും. എന്തായാലും ഈ ലോകത്തിന് ഒരവസാനമുണ്ട് എന്ന് ശാസ്ത്രവും അംഗീകരിക്കുന്നു. രണ്ടഭിപ്രായമില്ല. പരിശുദ്ധ ഖുർആൻ ഈ ലോകത്തിന്റെ അവസാനത്തെ അതിന്റെ അതേ ഭയാനകതയോടുകൂടി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം. ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണേ. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം. അന്ത്യനാളിന്റെ കിലുക്കം അത് ഭയാനകം തന്നെയാണ്. അല്ലാഹു പറയുന്നു, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അത്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ യസ്ദുറു الناس അശ്താതൻ ലിയുറൗ അഅമാലഹും. ഭൂമി അതിന്റെ അവസാനത്തെ വിറയിൽ വിറക്കുന്ന സമയം, അതിന്റെ അകത്തുള്ള സർവ്വതും അത് പുറത്തേക്ക് തള്ളുന്ന ദിവസം, എന്താണ് സംഭവിക്കുന്നതെന്നതിന്റെ നിർവചനം അറിയാതെ കൈമലർത്തിക്കൊണ്ട് മനുഷ്യൻ മാലഹ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചതെന്നറിയാതെ ചോദിച്ചു പോകുന്ന ദിവസം. യൗമഇദിൻ യസ്ദുറു الناس അശ്താതൻ ലിയുറൗ അഅമാലഹും. മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ച
മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിലെ വികാരങ്ങളും പ്രവർത്തനങ്ങളും മുഴുവൻ ലോകത്തിന്റെ രക്ഷിതാവ് പുറത്തെടുക്കുന്ന ദിവസമാണെന്ന്. അൽ ഖാരിഅ, എന്താണ് ആ സംഭവം? അൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, പ്രവാചകരെ ആ വമ്പിച്ച സംഭവം എന്താണെന്ന് താങ്കൾക്കറിയുമോ? യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്, ഈ ആമ്പാറ്റകളെ പോലെ മനുഷ്യർ പാറിക്കളിക്കുന്ന ദിവസമാണ്. വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്, കമ്പിളി പോലെ പർവ്വതങ്ങൾ എടുത്തു കുടയപ്പെടുന്ന ദിവസമാണ്. ഇദസ്സമാഉ ഫതറത്, ആകാശം പിളരുന്ന ദിവസമാണ്. വഇദൽ കവാകിബു ഇൻതസറത്, നക്ഷത്രങ്ങൾ അതിന്റെ സ്ഥാനം തെറ്റിക്കൊണ്ട് ചലിക്കുന്ന ദിവസമാണ്, സഞ്ചരിക്കുന്ന ദിവസമാണ്. ഇദശംസു കുവിറത്, സൂര്യൻ അതിന്റെ ശോഭ നഷ്ടപ്പെട്ടു പോകുന്ന ദിവസമാണ്. വഇദൻ നുജൂമു കദറത് വഇദൽ ബിഹാറു സുജിറത് വഇദൽ ഖുബൂറു ബുഅ്സിറത്, പർവ്വതങ്ങൾ ഇളക്കി മറിക്കപ്പെടുന്നതാണ്, കടലുകൾ ഇളക്കി മറിക്കപ്പെടുന്നതാണ്, ജീവജാലങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, എല്ലാം സമാധിയാകുന്നതാണ്, എല്ലാം നശിക്കുന്നതാണ്. അതിനുമപ്പുറം ലോകമില്ല, നാഗരികതകളില്ല, നക്ഷത്രങ്ങളില്ല, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളില്ല, ഒന്നുമില്ല, എല്ലാം അവസാനിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ലോകത്തിന്റെ രക്ഷിതാവായ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു മാത്രമെന്ന് അവശേഷിക്കുന്നതാണ്. ലോകം മുഴുവൻ നശിക്കുന്നതാണ്. ആ നാശത്തിന് ശേഷം, സർവനാശത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അല്ലാഹു ഉദ്ദേശിക്കുന്ന അത്രയും സമയം ഈ പ്രപഞ്ചം മുഴുവൻ ശൂന്യതയിൽ കഴിഞ്ഞിട്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. ഉമ്മക്ക് മകന് വേണ്ടാത്ത ദിവസം, മകന് ഉമ്മയെ വേണ്ടാത്ത ദിവസം, ഭാര്യയും ഭർത്താവും പരസ്പരം പഴിക്കുന്ന ദിവസമാണ്, കൂട്ടുകാർക്ക് പരസ്പരം വേണ്ടാത്ത ദിവസമാണ്, ആരും ആരെയും തുണക്കാത്ത ദിവസമാണ്, ആരും ആരെയും താങ്ങാത്ത ദിവസമാണ്, ശുപാർശ ചെയ്യാത്ത ദിവസമാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅതനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. തങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചില ആളുകളെന്ന് പറയുന്നതാണ്. മൻ ബഅസനാ മിൻ മർഖദിനാ, എല്ലുകളായി നുരുമ്പിച്ചു പോയ ഞങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന് ആരാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഹാദാ മാ വഅദർ റഹ്മാൻ, ഇത് കാരുണ്യവാനായ അല്ലാഹുവിന്റെ വാഗ്ദാനത്തിന്റെ പുലർച്ചയാണല്ലോ. വസദഖൽ മുർസലൂൻ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പറഞ്ഞത് എത്ര സത്യമായിരുന്നു. അവരെങ്ങനെ വിലപിച്ചു നിൽക്കുന്ന സമയം അല്ലാഹു പറയുന്നു, വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറ വലാ യദ്ലിമു റബ്ബുക അഹദാ. അന്നേ ദിവസം ഭയവിഹ്വലരായിക്കൊണ്ടവർ നിൽക്കുന്ന സമയത്ത് ചില കിതാബുകൾ അവരുടെ കയ്യിലേക്ക് നൽകപ്പെടുന്നതാണ്, ചില ഗ്രന്ഥങ്ങൾ അവരുടെ കയ്യിലേക്ക് നൽകപ്പെടുന്നതാണ്. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി, പ്രവാചകരെ അപ്പോൾ കുറ്റവാളികളായ താന്തോന്നികളായ മനുഷ്യരെ താങ്കൾക്ക് കാണാം. വയഖൂലൂന, അവർ പറയുകയാണ്, മാലിഹാദൽ കിതാബ്, എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ യാതൊരു തെറ്റുകളും ഈ ഗ്രന്ഥം വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറാ, പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ അവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന്. വലാ യദ്ലിമു റബ്ബുക അഹദാ, അല്ലാഹു ഒരാളോടും അക്രമം പ്രവർത്തിക്കുന്നതല്ല. ആ ദിവസം റബ്ബിന്റെ മുന്നിൽ ഞാനും നിങ്ങളും എഴുന്നേറ്റ് നിൽക്കുമ്പോ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ, അണുമണി തൂക്കം നന്മയും തിന്മയും ആര് ചെയ്തിട്ടുണ്ടോ ആ നന്മയും തിന്മയും ആ കിതാബിൽ അവർ കാണുക തന്നെ ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, രണ്ട് വിഭാഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ട് വിഭാഗങ്ങളെ അവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ഹാഖയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിവരിക്കാൻ ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയോ? ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി ظننت عني ملاق حسابيا فهو في عيشة راضية في جنة عالية قطوفها دانية. അന്ന് ചില ആളുകൾക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നത് വലത്തെ കൈയിലായിരിക്കും, മുൻവശത്തുകൂടെ വലത്തെ കൈയിലായിരിക്കും. അവരാ ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാ എന്റെ ഗ്രന്ഥം, എത്ര സുന്ദരമാണ് എന്റെ ഗ്രന്ഥം, എത്ര ആശ്വാസദായകമാണ് എന്റെ ഗ്രന്ഥം, എത്ര സാന്ത്വനമാണ് എന്റെ ഗ്രന്ഥം. ഇതാ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഈ ദിവസം നേരിടേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തിരുന്നു, വിശ്വസിച്ചിരുന്നു. ഈ ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മ നാട് മുഴുവൻ കിടന്നുറങ്ങുമ്പോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എന്റെ ശരീരത്തെ കിടക്കപ്പായയിൽ നിന്ന് പറിച്ചെടുത്തിരുന്നു. വിചാരത്തിനുള്ള സാഹചര്യം ലഭിച്ചപ്പോ ഈ ദിവസം എന്നെ വ്യഭിചാരത്തിൽ നിന്ന് തടഞ്ഞിരുന്നു. ഓരോ കീബോർഡുകൾ അമർത്തുമ്പോഴും ഈ ദിവസത്തെ കുറിച്ചോർത്ത്, ഈ ഗ്രന്ഥത്തെ കുറിച്ചോർത്ത് എന്റെ വിരലുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ കണ്ണുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ കാതുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ നാവിനെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ ഗുഹ്യ സ്ഥാനത്തെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ ഹൃദയത്തെ ഞാൻ നിയന്ത്രിച്ചിരുന്നു. അവൻ പറയാ, എന്നിട്ട് അല്ലാഹു പറയുന്നു, ഉന്നതമായ ജീവിതത്തിൽ, സംതൃപ്തമായ ജീവിതത്തിൽ, ആ സംതൃപ്തി മനുഷ്യനറിയുന്ന വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. മനുഷ്യൻ കണ്ടുപിടിച്ച കവിതാശാലങ്ങൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും വലിയ സംതൃപ്തമായ ഒരു ജീവിതത്തിലായിരിക്കും ആ മനുഷ്യനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഉണർത്തി തരുന്നു. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? فيقول يا ليتني لم أوت كتابيا ولم أدر ما حسابيا يا ليتها كانت القاضية ما أغنى عني ماليا هلك عني سلطانيا خذوه فغلوه ثم الجحيم صلوه. അന്ന് ചില ആളുകൾക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നത് അവരുടെ ഇടത്തെ കൈയിലായിരിക്കും, പിറകിലൂടെ അവർ ആ ഗ്രന്ഥം മറിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ്, യാ ലൈതനീ ലം ഊത കിതാബിയ, എന്തൊരു നാശത്തിന്റെ ഗ്രന്ഥമാണിത്, എന്തൊരു നാശത്തിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, എന്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, ഇല്ല ഇല്ല, ഞാൻ ഒരുപാട് പ്രസംഗങ്ങളും ഖുതുബകളും കേട്ടിരുന്നു, പക്ഷേ എന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു മൈതാനിയുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ, എവിടെ എന്റെ ധനം, എവിടെ എന്റെ ബാങ്ക് ബാലൻസ്, എവിടെ എന്റെ സ്വത്തുക്കൾ. ഹലക അന്നി സുൽത്താനിയ, മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് കുത്തി പേരിന്റെ പിറകിൽ സിന്ദാബാദ് വെച്ച് പിടിപ്പിച്ച് എനിക്ക് കോശാര പാടിയ ആയിരക്കണക്കിന് വരുന്ന എന്റെ അനുയായികൾ എവിടെ, എന്റെ സിംഹാസനം എവിടെ, ചെങ്കോൽ എവിടെ, എന്റെ അധികാരം എവിടെ? ഒന്നുമില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ. അല്ലാഹു പറയുന്നു, ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലിൻ ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം. കരയുന്നൊരൊറ്റ കണ്ണുപോലും, അവന് വേണ്ടി കരയുന്നൊരൊറ്റ കണ്ണുപോലും അന്നില്ല, അവന് വേണ്ടി വിലപിക്കുന്ന ഒരു ഹൃദയം പോലും അന്നില്ല, അവന് വേണ്ടി പറയുന്നൊരു നാവ് പോലും അന്നില്ല. അവനാരുമില്ല, എല്ലാവരാലും വെറുക്കപ്പെട്ടവനാണ്. അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മുഅ്മിനീങ്ങളുടെയും മുഴുവൻ ശാപമേറ്റവനാണ്. അന്നേ ദിവസം നരകം അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. യബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ
العذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. അന്നേ ദിവസം ആ നരകം കാണുമ്പോ അവരല്ലാഹുവിനോട് പറയുന്നതാണ്, അല്ലാഹുവേ, എന്റെ ഉമ്മാനെ നിനക്ക് പണയം, എന്റെ ബാപ്പാനെ നിനക്ക് പണയം, എന്റെ ഭാര്യയെ നിനക്ക് പണയം, എന്റെ മക്കളെ നിനക്ക് പണയം, ലോകത്തുള്ള സകലരെയും നിനക്ക് പണയം. നാഥാ, എന്നെ നീ രക്ഷിക്കണേ. ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകൾ മുകളിലോട്ടെറിയുന്ന ഭീമാകാരമായ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ എന്ന് ഓരോ കുറ്റവാളിയും എന്നറിയാതെ ഓർത്തു പോകുന്ന ഒരു ദിവസമാണ് സഹോദരങ്ങളെ. ആ ദിവസത്തെ ഭയന്നിട്ട്, അള്ളാഹുവിന്റെ അദാബിനെ ഭയന്നിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കേണ്ടത്, നമ്മൾ നമ്മുടെ ജീവിതത്തെ വിമലീകരിക്കേണ്ടത്. സഹോദരങ്ങളെ, അന്ന് അള്ളാഹു കണക്ക് നോക്കും. അവൻ നോക്കുന്നത് പോലെ അന്ന് മറ്റാരും നോക്കുകയില്ല. അവൻ ശിക്ഷിക്കുന്നത് പോലെ അന്ന് മറ്റാരും ശിക്ഷിക്കുകയില്ല. അവൻ പിടിക്കുന്നത് പോലെ അന്ന് മറ്റാരും പിടിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നതായി കാണാം, കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കാ ദക്കാ وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد. സുരക്ഷിതമായ ഈ ഭൂമിയെ ഇടിച്ച് പൊളിച്ചു കളയുന്നതാണ്. وجاء ربك والملك صفا صفا. ലോകത്തിന്റെ രക്ഷിതാവും മലക്കുകളും അന്ന് കടന്നു വരുന്നതാണ്. അന്നേ ദിവസം നരകം കൊണ്ടുവരപ്പെടുന്നതാണ്. അന്ന് മനുഷ്യൻ പറയുന്നതാണ്, യഖൂൽ യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഖദ്ദംതു ലിഹയാതി. എന്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂതിഖു വസാഖഹു അഹദ്. അന്നേ ദിവസം അല്ലാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും തന്നെ ശിക്ഷിക്കുകയില്ല. അല്ലാഹു പിടിക്കുന്നത് പോലെ ഒരാളും തന്നെ പിടിക്കുകയില്ല. ഭയാനകമാണ് സഹോദരങ്ങളെ ആ ദിവസം. ആ ദിവസത്തിൽ ചില വിഐപികൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാശറയുടെ ഭയാനകതയിൽ ലോകത്തിന്റെ മനുഷ്യ സഞ്ചയം മുഴുവൻ നിൽക്കുമ്പോ, ഒരാൾക്ക് പോലും ഒന്നും മിണ്ടാതെ ധൈര്യമില്ലാതിരിക്കുമ്പോ, ചില ആളുകളെ പടച്ചു തമ്പുരാൻ സംരക്ഷിച്ച് അവന്റെ പരിശുദ്ധമായ അർശിന്റെ തണലിൽ മാറ്റി നിർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലുത്, ചില ആളുകളെ പടച്ചു തമ്പുരാൻ 70,000-ഓളം വരുന്നൊരു വിഭാഗത്തെ വിചാരണ പോലുമില്ലാതെ ആ മഅ്ശറ നിവാസികൾക്കിടയിലൂടെ അതിവേഗത്തിൽ അവർ സ്വർഗ്ഗത്തിലേക്ക് നടന്നു പോകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അവരിലൊക്കെ ഉൾപ്പെടാൻ, ആ മഹാഭാഗ്യം ഒന്ന് ലഭിക്കാൻ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളായി മഅ്ശറയിലെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടേണ്ടത്. അതിനുവേണ്ടിയാണ് പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നുമെല്ലാം നമ്മൾ മാറി നിൽക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സൂറത്തു തഹ്രീമിൽ നരകത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. സത്യവിശ്വാസികളെ, സ്വന്തത്തെയും കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. നരകത്തിൽ നിന്ന് പച്ച മനുഷ്യരാണ് അവരെ കത്തിക്കപ്പെടുന്നത്, കല്ലുകളാണ് അവിടെ ഇന്ധനമാക്കപ്പെടുന്നത്. തീർന്നില്ല, വൽ മലായികതു ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. പരുപരുക്കന്മാരായ, കരുണയെന്ന സിഫത്ത് കൊടുത്തിട്ടില്ലാത്ത പരുപരുക്കന്മാരായ മലക്കുകൾ
അവിടെ അവരെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹ് എന്ത് ശിക്ഷ നടപ്പാക്കാൻ കൽപ്പിച്ചാലും അവരത് നടപ്പാക്കാതിരിക്കുകയില്ല. യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ വലഹും അദാബുൻ മുഖീം. ഓരോ നിമിഷവും അവർ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വമാ ഹും ബിഖാരിജീന മിൻഹാ, ആ നരകത്തിന്റെ സുരക്ഷാ വലയം ഭേദിക്കാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. വലഹും അദാബുൻ മുഖീം, നിലനിൽക്കുന്നതായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് അവിടെ. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നضجت ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നിശ്ചയം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ സൗഫ നുസ്ലീഹിം നാറാ, അവർ നരകാഗ്നിയിൽ കരിയുന്നതാണ്. കുല്ലമാ നضجت ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. ഓരോ തൊലിയും കത്തി നശിക്കുമ്പോ പകരമായി മറ്റൊരു തൊലി കൊടുത്തുകൊണ്ട് അല്ലാഹ് പറയും, അനുഭവിക്കുക, ഇന്നക അൻതൽ അസീസുൽ കരീം, നീ വലിയ മാന്യനായിരുന്നു, പ്രതാപിയായിരുന്നു, നിന്റെ ആയത്തുകൾ അംഗീകരിക്കാൻ നിനക്ക് അഹങ്കാരമായിരുന്നു, അതുകൊണ്ട് നീ അനുഭവിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നതാണ്. സഹോദരങ്ങളെ, ഈ ഒരു ആയത്തുണ്ടല്ലോ, സൂറത്തു നിസായിലെ ഈ ആയത്ത് അത്ഭുതമാണ്. എന്തിന് അല്ലാഹു അവിടെ തൊലിയെ കുറിച്ച് പറഞ്ഞു? എന്തൊക്കെ പറയാം. അവരുടെ തലച്ചോറിന് തീ പിടിക്കുമെന്ന് പറയാം, അവരുടെ എല്ലുകൾക്ക് തീ പിടിക്കുമെന്ന് പറയാം, അവരുടെ മാംസങ്ങൾക്ക് തീ പിടിക്കുമെന്ന് പറയാം, അവരുടെ വയറിന്റെ അകത്തേക്ക് അഗ്നിനാളങ്ങൾ ഇരച്ചു കയറുമെന്ന് പറയാം. അതൊന്നും പറയാതെ പടച്ചതമ്പുരാൻ അവിടെ പറഞ്ഞത്, തൊലികൾ കത്തി നശിക്കുമ്പോ പകരമായി മറ്റൊരു തൊലി കൊടുത്ത് അവരെ ശിക്ഷിക്കുമെന്നാണ്. ഡെർമന്റോളജിയിൽ ഇന്നും ഒരു വലിയ അത്ഭുതമായി നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രസ്താവന. ഖുർആനിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് സഹോദരങ്ങളെ, ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തുകളിൽ ആ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമാണ് ഈ പരിശുദ്ധമായ ആയത്ത്. ഇതിൽ വളരെ വ്യക്തമായി അല്ലാഹു ആലിമുൽ അല്ലാമായ റബ്ബിനറിയാം. 2018 ജീവിക്കുന്ന ഡെർമന്റോളജിസ്റ്റിനും മാതൃകയാവേണ്ടതുണ്ട് ഈ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഈ ഖുർആൻ വായിക്കുമ്പോ അറിവ് നേടിയ ഡെർമന്റോളജിസ്റ്റിന്റെ ഹൃദയവും മാറണം എന്ന ഉദ്ദേശം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊലിക്കാണ് തീയെ സെൻസ് ചെയ്യാനുള്ള കഴിവ് എന്ന് അറിയുന്ന പടച്ച റബ്ബ് അന്നത് പറഞ്ഞു. മുഹമ്മദ് നബിക്ക് അറിയില്ല. സഹോദരങ്ങളെ, നമ്മുടെ തൊലിയുടെ പുറത്തെ ലെയർ കത്തി നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്കോ നമ്മുടെ ഇറച്ചിക്കോ നമ്മുടെ പേശികൾക്കോ ഫയർ സെൻസ് ചെയ്യാനുള്ള ശേഷിയില്ല എന്ന് എത്രയോ കാലഘട്ടത്തിന് ശേഷമാണ് ശാസ്ത്രം മനസ്സിലാക്കിയത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ, നിങ്ങൾക്കറിയോ, തീ കൊണ്ടുള്ള ശിക്ഷ പടച്ചോൻ പരലോകത്തേക്ക് മാറ്റിവെച്ചത്. വെള്ളം കൊണ്ട് ശിക്ഷിച്ച സമുദായമുണ്ട് ഇവിടെ, കാറ്റ് കൊണ്ട് ശിക്ഷിച്ച സമുദായമുണ്ട് ഇവിടെ, ശബ്ദം കൊണ്ട് ശിക്ഷിച്ച സമുദായമുണ്ട് ഇവിടെ. വെള്ളം കൊണ്ടാണ് നൂഹ് നബിയുടെ ഖൗമിനെ ശിക്ഷിച്ചത്, ശബ്ദം കൊണ്ടാണ് തമൂദ് ഗോത്രത്തെ നശിപ്പിച്ചത്, കാറ്റ് കൊണ്ടാണ് ആദ് ഗോത്രത്തെ നശിപ്പിച്ചത്, മഴ കൊണ്ട് നശിപ്പിക്കപ്പെട്ട സമുദായമുണ്ട്, പ്രാണികൾ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട സമുദായമുണ്ട്, രോഗങ്ങൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ട സമുദായമുണ്ട്. പക്ഷേ അഗ്നി കൊണ്ടുള്ള ശിക്ഷ റബ്ബ് പരലോകത്തേക്ക് മാറ്റിവെച്ചതാണ്. നിങ്ങൾക്കറിയോ എങ്ങനെയാണ് തീ പിടിച്ചിട്ട് മരിക്കുന്നത്? അഗ്നി പുറത്ത് തട്ടുമ്പോ എങ്ങനെയാണ് ഇന്റേണൽ ഓർഗൻസിന് ക്ഷതം സംഭവിക്കുന്നത്? തീ പിടിച്ചൊരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേദന അനുഭവിക്കാൻ കഴിയുന്ന ഒരു ത്രെഷോൾഡ് ഉണ്ട്, വേദന അനുഭവിക്കാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് വേദന എത്തിക്കഴിഞ്ഞാൽ ശരീരം ഷോക്കായി മരിക്കും. ആ വേദന താങ്ങാൻ കഴിയാതെയാണ് ശരീരം അതിന്റെ പ്രവർത്തനങ്ങൾ നിലപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഇതേ വേദന തന്നെയാണ് നാളെ മാശറയിൽ ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ ഭൂമിയിൽ ആ വേദന താങ്ങാതെയാവുമ്പോ മരിക്കുക എന്നൊരു പ്രക്രിയ അല്ലാഹു ഉണ്ടാക്കി. പക്ഷേ നാളെ നരകത്തിൽ അവിടെ മരണമില്ല, അവിടെ മരണമില്ല. ദാഹിച്ചു വലഞ്ഞ നരകവാസി വെള്ളത്തിന് ചോദിക്കുമ്പോ ചുടുവെള്ളം അവന്റെ വായിലൂടെ ഒഴിച്ചു കൊടുത്ത് അവൻ കുടിക്കാൻ മടി കാണിക്കുമ്പോ അവന്റെ തലയിലൂടെ പാർന്നു കൊടുത്തു. ആ ചുടുവെള്ളത്തിന്റെ ശക്തി കൊണ്ട് അവന്റെ വയറ് പിളർന്ന ആ വെള്ളം പുറത്തേക്ക് ചാടുമ്പോഴും തലയോട്ടിയിലേക്ക് അഗ്നിനാളങ്ങൾ പ്രവേശിക്കുമ്പോഴും അവൻ മരിക്കില്ല. അപ്പോഴും അവൻ ജീവിക്കും. ആ വേദനകൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ജീവിക്കും, ആ പ്രയാസങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ജീവിക്കും. സഹോദരങ്ങളെ, അവിടെ അല്ലാഹു
അള്ളാഹുവിന്റെ കാരുണ്യം റിസർവ്ഡ് ആണ്. ഇവിടെ അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാവർക്കും ഉള്ളതാണ്. സകല ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും പറവകൾക്കും മത്സ്യങ്ങൾക്കും മനുഷ്യനും കാഫിറിനും മുസ്ലിമിനും എല്ലാവർക്കും പടച്ച തമ്പുരാൻ കരുണ വീതിച്ചു കൊടുത്തിരിക്കുന്നു ഈ ലോകത്ത്. എന്നാൽ നാളെ പരലോകത്തെത്തിയാൽ പടച്ച തമ്പുരാന്റെ കരുണ റിസർവ്ഡ് ആണ് സഹോദരങ്ങളെ. ആ റിസർവേഷനിൽ നിന്ന് പുറത്തുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യമില്ല. അവർ തിരിഞ്ഞു നോക്കപ്പെടുകയില്ല. അവർക്ക് വേണ്ടി ആരും കരയുകയില്ല. അവരോടൊന്ന് കരുണ കാണിക്കപ്പെടുകയില്ല. സൂറത്തുൽ ആറാഫിൽ ഒരു ആയത്ത് നമുക്ക് കാണാം. വനാജാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അന്ന് നരകവാസികൾ സ്വർഗ്ഗവാസികളോട് വിളിച്ചു ചോദിക്കും, അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലാഹ് നിങ്ങൾക്ക് തന്ന വിവിധ ഇതരം പാനീയങ്ങൾ, നിങ്ങളുടെ നീരുറവകൾ, വെള്ളങ്ങൾ, അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് നിങ്ങൾ പാർന്നു തരുമോ, ഒഴിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അവരവരോട് പറയും, സ്വർഗ്ഗവാസികൾ നരകവാസികളോട് പറയും, ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. നിഷേധികൾക്ക് ഇന്ന് അല്ലാഹു അതെല്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അന്നേ ദിവസം അവരോട് കരുണ കാണിക്കപ്പെടുകയില്ല, കാരുണ്യമില്ല. നരകവാസികളോട് കാരുണ്യമില്ല സഹോദരങ്ങളെ. കഠിനമായ അദാബുകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുമവർ, ഏറ്റുകൊണ്ടേയിരിക്കുമവർ. ഓരോ ദിവസവും അവർക്ക് അദാബ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ചില ആളുകളുടെ യാത്രയെ കുറിച്ച് സൂറത്തു സുമറിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു പറയാൻ, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ കൂട്ടം കൂട്ടമായി അന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ അവർ ആ സ്വർഗത്തിന്റെ അടുത്തെത്തുമ്പോ ആ സ്വർഗത്തിന്റെ 8 വാതിലുകളും മലർക്ക തുറക്കപ്പെടും. അവിടെയുള്ള കാവൽ മാലാഖമാർ അവരോട് പറയും, സലാമുൻ അലൈക്കും, സമാധാനം നിങ്ങൾക്ക്, സമാധാനം നിങ്ങൾക്ക്, തിബുത്തും, നിങ്ങൾ നന്നാക്കിയിരിക്കുന്നു, വെൽ ഡൺ, നിങ്ങൾ ഉഷാറാക്കിയിരിക്കുന്നു, ഏറ്റവും നന്നാക്കിയിരിക്കുന്നു നിങ്ങൾ, ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിത്യവാസികളായിക്കൊണ്ട് നിങ്ങൾ ഈ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഫീ സിദരിൻ മഖ്ദൂദ് വതൽഹിൻ മൻദൂദ് വദുല്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കതീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുറുശിൻ മർഫൂഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ فجعلناهن أبكارا عربا أترابا لأصحاب اليمين. മുള്ളില്ലാത്ത ഇലന്തമരങ്ങളിൽ, തിങ്ങി നിറഞ്ഞ വാഴത്തോപ്പുകളിൽ, ഉയർത്തി പിരിക്കപ്പെട്ട പരവതാനികളിൽ, കുത്തിയൊഴുകുന്ന നീരുറവകളിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അന്ന് ഒരുക്കി വെച്ചത് അനിഷേധ്യമായ, ഒരിക്കലും വർണ്ണിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ സലാമൻ സലാമാ. അന്ന ദിവസം അവർ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുകയില്ല, വിമർശനങ്ങൾ കേൾക്കുകയില്ല. സലാമൻ സലാമ, ലോകത്തിന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള സലാമൻ സലാമ എന്ന വാക്കല്ലാതെ മറ്റൊന്നും തന്നെ അവർ കേൾക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മുഅ്മിനീങ്ങളെ, അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ വിയർപ്പിന്റെ തുള്ളികൾ, നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം ആ ദിവസത്തിൽ വിജയശീലാളിതരായി നമ്മുടെ തമ്പുരാന്റെ രക്ഷിതാവിന്റെ അനുമോദനങ്ങൾ ഏറ്റുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനാകട്ടെ നമ്മുടെ പ്രവർത്തനം. ഒരായത്തും കൂടി ഓതിയിട്ട് നിങ്ങളെ ഉണർത്തിയിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. അല്ലാഹു ചോദിക്കുന്നു, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വൽദറാഉ വസുൽസിലൂ ഹത്താ യഖൂല الرسول والذين آمنوا معه متى نصر الله
അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. കൂട്ടരെ, നിങ്ങൾ വിചാരിക്കുകയാണോ എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിൽ കിടക്കാമെന്ന്? വിരിച്ചു വെച്ച പട്ടുമെത്തയിൽ കിടന്ന് ഇസ്തിരി ചുളിയാതെ ജീവിച്ച് എല്ലായിടത്തും പോകുമ്പോൾ അനുമോദനങ്ങളും പ്രശംസകളും ഹർഷാരവങ്ങളും ഏറ്റുവാങ്ങി ജീവിതത്തിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും പൊഴിക്കാതെ, ഒരിറ്റു വിയർപ്പ് പോലും പൊഴിക്കാതെ, സുഖ ലോലുപരായി എല്ലായിടത്തും നിന്നും ഒരു വിമർശനങ്ങളും കിട്ടാതെ ഇവിടുന്ന് സുഖമായി ജീവിച്ചിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിയണം, ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന പാദങ്ങളുണ്ടല്ലോ, അള്ളാന്റെ മാർഗത്തിൽ മുള്ളിലൂടെയും മുരടിലൂടെയും കുപ്പിച്ചില്ലകളിലൂടെയും നടന്ന് കാലുകളിൽ ചോര വന്ന് പഴുത്ത് വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും താണ്ടിക്കിടന്നവരാണ്. അവരുടെ കൂടെ നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ത്യാഗം സഹിച്ചേ പറ്റുള്ളൂ, ബുദ്ധിമുട്ട് സഹിച്ചേ പറ്റുള്ളൂ. ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരി വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്. സ്വർഗം ചുറ്റപ്പെട്ടിരിക്കുന്നത് വെറുക്കപ്പെട്ട പ്രയാസമുള്ള കാര്യങ്ങൾ കൊണ്ടാണ്, നരകം ചുറ്റപ്പെട്ടിരിക്കുന്നത് ഷഹവാത്തുകൾ കൊണ്ടാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം പറയാണ്, മനുഷ്യ, നീ നന്നാവുക, അള്ളാഹുവിനെ സ്നേഹിച്ചിട്ട് നന്നാവുക. അതിന് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ സ്വർഗത്തെ ആഗ്രഹിച്ചിട്ട് നീ നന്നാവുക. അതിനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നരകത്തെ ഭയന്നിട്ട് നീ നന്നാവുക. അതിനും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അറിയുക, നീ നരകത്തിന് വേണ്ടി പടച്ചവനാണ്. നാഥാ, ഞങ്ങളെ നീ നരകത്തിന്റെ വിറകുകൊള്ളികളാക്കി മാറ്റല്ലേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ, രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله عليه وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.